Today, first of all, we have to discuss about capacitance of a parallel plate capacitor. നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഫിഗറാണ് കാണുന്നത്. പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ്സിനിടയിലുള്ള സെപ്പറേഷനാണ് ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ പ്ലേറ്റ്സിൻ്റെയും ഏരിയ എ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലേറ്റ്സിനെ നമ്മൾ P1, P2 എന്നിങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുക. സോ ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. രണ്ട് പാരലൽ പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ആൻഡ് total charge on the plates Q is equal to sigma into A. We already know sigma is equal to Q by A. Therefore, Q is equal to sigma into A. And potential difference between the plates V is equal to electric field into distance, that is E into D. So, we can substitute for E and we can write V is equal to sigma by epsilon 0 into D. We know capacitance C is equal to Q by V. ഇവിടെ നമുക്ക് capacitance of a parallel plate capacitor ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ക്യൂവിനുള്ള വാല്യൂസും വിക്കുള്ള വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ Q is equal to sigma into A എന്നും V is equal to sigma by epsilon 0 into D എന്നും നമ്മളിവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ we can substitute for this and finally we get C is equal to epsilon 0 A by D. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് എന്ന്. ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ്, ഇങ്ങനെ 3 മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുന്നു. വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് CM is equal to K epsilon 0 A by D. ഇതിൽ K എന്ന് പറയുന്നത് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം എന്നാണ് പറയുന്നത്. ആദ്യം ആ കപ്പാസിറ്ററിനകത്ത് പ്രത്യേകിച്ച് മീഡിയം ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കേസിൽ. സെക്കൻഡ് കേസിൽ പുതിയൊരു മീഡിയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഉണ്ടാവുന്ന പുതിയ എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടത്. കോമൺ ആയിട്ട് നമ്മൾ K എന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും എപ്സിലോൺ R എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സാധാരണ കാണപ്പെടുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. CM is equal to epsilon R epsilon 0 A by D എന്നുകൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നെക്സ്റ്റ്, ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C0 or C is equal to epsilon 0 A by D. നെക്സ്റ്റ്, അതിൻ്റെ സ്പെഷ്യൽ കേസ് നമ്മൾ പഠിച്ചു വിത്ത് എ മീഡിയം, അതായത് C മീഡിയം is equal to K into epsilon 0 A by D. From these two equations we can write K is equal to CM by CO അല്ലെങ്കിൽ CM by C0 എന്നിങ്ങനെ എഴുതാം. ഓൾറെഡി ഞാൻ പറഞ്ഞു കെയ്ക്ക് പകരം എപ്സിലോൺ R എന്നും പറയാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് എപ്സിലോൺ R is equal to CM by C0. നെക്സ്റ്റ്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്കാണ് കടക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അതുപോലെ തന്നെ കപ്പാസിറ്റൻസിൻ്റെ കോമ്പിനേഷൻ സീരീസ് കോമ്പിനേഷനുണ്ട്, പാരലൽ കോമ്പിനേഷനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സീരീസ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫിഗറിൽ നമ്മൾ കാണുന്നുണ്ട്
മൂന്ന് കപ്പാസിറ്റേഴ്സാണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. C1, C2, C3 ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എ ബാറ്ററി ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0. സീരീസ് കോമ്പിനേഷനിലാവുമ്പോൾ വി നോ ദാറ്റ് കറൻറ്റ് ഈസ് സെയിം ത്രൂ ഔട്ട്. സോ ചാർജ് ഈസ് സെയിം, ചാർജും സെയിം ആയിരിക്കും. പക്ഷേ ഓരോ കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ടും പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് V1, V2, V3 ബി ദ പൊട്ടൻഷ്യൽസ്. Then V is equal to V1 plus V2 plus V3. And we know Q is equal to CV or V is equal to Q by C. Therefore, we can write V1 is equal to Q by C1, V2 is equal to Q by C2, and V3 is equal to Q by C3. Substituting this in equation 1, we get V is equal to Q by C1 plus Q by C2 plus Q by C3. ഇനി ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് are replaced by a single capacitor with an effective capacitance C dash or C. Then we can write V is equal to Q by C, that is equal to Q by C1 plus Q by C2 plus Q by C3, or 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. That is, effective capacitance become smaller than the smallest value of the capacitance in series. അതായത് ഡിനോമിനേറ്ററിലായതുകൊണ്ടാണ് നമ്മൾ സ്മോളസ്റ്റ് എന്ന് പറയുന്നത്, സ്മോളർ ദാൻ എന്ന് പറയുന്നത്. ഇനി n കപ്പാസിറ്റേഴ്സാണ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിലോ വി ക്യാൻ റൈറ്റ് 1 by C is equal to 1 by C1 plus 1 by C2 plus etc. 1 by Cn. നെക്സ്റ്റ് പാരലൽ കോമ്പിനേഷനാണ്. 3 capacitors C1, C2, C3 are connected in parallel to a battery of potential difference V volt. As shown in figure, in parallel combination, total charge, here total charge Q is equal to Q1 plus Q2 plus Q3 is equal to Q. ഇവിടെ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ചാർജിൽ, അതായത് കറണ്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്തു പോവുകയാണ്, അതുകൊണ്ട് ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ Q1 is equal to C1V and Q2 is equal to C2V and Q3 is equal to C3V. Substituting these, we can write Q is equal to C1V plus C2V plus C3V. That is, Q is equal to C1 plus C2 plus C3 into V. Again, നമ്മൾ ഈ 3 കപ്പാസിറ്റേഴ്സിനെയും ഒരു സിംഗിൾ കപ്പാസിറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാണ് with an effective capacitance C. So we can write Q is equal to CV and comparing CV is equal to C1 plus C2 plus C3 into V, and therefore C is equal to C1 plus C2 plus C3. That is, effective capacitance will be larger than the largest value of the capacitance in series. Parallel ആയിട്ട് n capacitors കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ effective capacitance become C is equal to C1 plus C2 plus etc. Cn.